നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം ഈ ചൂട് കൂടുന്ന ദിവസങ്ങളിൽ? അത് ഇപ്പോൾ ഓൾറെഡി ഇതിലെ KSDMയുടെ ബുള്ളറ്റിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരോടും എപ്പോഴും എന്നും പറയുന്ന പോലെ നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഉച്ചയ്ക്ക് ഉള്ള നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കുക. പിന്നെ ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ വിശ്രമിക്കുക, അല്ലെങ്കിൽ വൈദ്യസഹായം തേടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത്രയും ഒരു സ്ഥിതിയിലേക്ക് ഒന്നും നമ്മൾ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പോവില്ല. കാരണം ഇപ്പൊ ഇതൊരു 2 ദിവസത്തേക്ക്, പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് കുറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മഴ കൊണ്ട് ഒരു ചെറിയൊരു ആശ്വാസം വരും. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ തുടർച്ചയായി താപനില കൂടി നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു കോമ്പൗണ്ടിങ്, അല്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ഒരു ഇമ്പാക്ട് കൂടുതൽ അനുഭവപ്പെടുക. അതുകൊണ്ട് ഇത് പിന്നെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്ന രാവിലെ കുറച്ച് മേഘാവൃതമാണ്. അപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് നല്ല ചൂടായിരുന്നു. ഇന്ന് അത് കുറച്ച് കുറയുകയും ചെയ്യും. അപ്പൊ അതുപോലെ ഒരു ലോക്കലി ഇതിന് ക്ലൗഡ് കവർ ഉണ്ടോ അല്ലെങ്കിൽ മഴയുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള അതിനുള്ളതായ വ്യത്യാസവും വരും. അപ്പോൾ നാളെ മുതൽ പല സ്ഥലങ്ങളിലും മഴ പെയ്തു തുടങ്ങുമ്പോൾ അതിന് വ്യത്യാസം വരും. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിർജ്ജലീകരണം തടയുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദാഹിക്കാൻ വേണ്ടി വരെ, അതായത് ശരീരം വെള്ളം ഡിമാൻഡ് ചെയ്യുന്നത് വരെ നോക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രാവിലെ വെള്ളം കുടിച്ച് ശരീരം നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന അഡ്വൈസറുകളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാരോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരും എപ്പോഴും പറയാറ്. വളരെയധികം നന്ദി മാഡം, മീഡിയ വണ്ണുമായി ചേർന്നതിന്, തത്സമയം ചേർന്നതിന്, വിവരങ്ങൾ നൽകിയതിന്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ആദ്യ വനിതാ ഡയറക്ടറാണ് നിത ഗോപാൽ. അവർ ആദ്യമായി മീഡിയ വണ്ണുമായി പ്രതികരിക്കുകയായിരുന്നു. അവർ പറഞ്ഞതൊക്കെ പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. ശ്രദ്ധിക്കണം, പകൽ സമയങ്ങളിൽ, അതായത് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആയിരിക്കും നല്ല ചൂടുണ്ടാവുക. അപ്പോൾ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കുക. നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഒരു കുപ്പി വെള്ളം എന്തായാലും മറക്കണ്ട ബാഗിൽ.